ചില ആൾക്കാര് ചോദിക്കലുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഘോഷയാത്രക്ക് കൊടി പിടിച്ചിട്ടുണ്ടോ ഇല്ലേ? വലിയ ആനച്ചോദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യ, കൊടി പിടിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഈ കൊടി പിടിക്കാന്ന് പറഞ്ഞത്? ഒരു PVC പൈപ്പിന്റെ മുകളില് ഒന്നുകില് അല്ലേ ഏതെങ്കിലും ഒരു SSFന്റെ കൊടി കെട്ടും, അല്ലെങ്കിൽ സമസ്തയുടെ കൊടി കെട്ടും. ഇങ്ങനെയൊക്കെയാണ് അല്ലേ? ഇതാണ് നമ്മള് മഹബത്തിന്റെ ഭാഗമായിട്ടൊരു പ്രതീകാത്മകമായ പിടുത്തമാണ് ഈ പിടുത്തം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ കൊടി പിടിച്ച് നടന്നിട്ടുണ്ടോ? എടാ, അബൂബക്കർ തങ്ങൾ കൊടിയല്ല പിടിച്ചത്, അള്ളാന്റെ റസൂലിനെ തോളിൽ വെച്ച് നടന്ന നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്ന് ആലോചിച്ചു നോ. ആ ജബലു സൗറിലേക്ക് ഇങ്ങനെ കയറുമ്പോഴാണ് മുത്തുനബിക്ക് നടന്നിട്ട് കാലിന് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുന്നത്. എന്തേ തങ്ങളെ സ്പീഡൊന്ന് കുറഞ്ഞത്? അബൂബക്കറെ നടക്കാനാകുന്നില്ല, കാല് പൊട്ടിയിട്ടുണ്ട്. ഉടനടി അള്ളാഹുവിന്റെ റസൂലിനെ ചുമലിലേക്ക് അങ്ങ് എടുത്തു വെച്ച് നടന്ന നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനെ തന്നെ ചുമലിൽ വെച്ച് നടന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങള് കൊടി പിടിച്ചിട്ടുണ്ടോ എന്ന് ആന ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അവരുടെ മഹബത്ത് എന്ന് പറഞ്ഞാൽ ഉന്നതമായ മഹബത്താണ്. നമ്മളുടേതൊക്കെ വളരെ താഴെയാണ് ആ മഹബത്തിന്റെ ഒരു വേർഷൻ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കൊടിയെ പിടിക്കാനാകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് പിടിച്ച് സായുജ്യടിയാൻ. അള്ളാന്റെ റസൂലിനെ തന്നെ ചുമലിൽ വെച്ച് നടന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. മാത്രമല്ല, ആ ഗാർ സൗറിലുണ്ടായ വിശാലമായ ചരിത്രങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. സുജവ